ഹായ് ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കോഴ്സിനെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ EFT എന്ന കോഴ്സാണ് കേട്ടോ. EFTനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടല്ലോ, ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും എല്ലാവരിലും നല്ല സ്നേഹം കണ്ടെത്താനും ഒരു കുഞ്ഞ് കുട്ടിയാണെങ്കിലും ആ കുട്ടിയോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും ആ കുട്ടിക്കുമുണ്ടൊരു വ്യക്തിത്വം, മനസ്സിലായോ? ആ വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കാനും പിന്നെ ഒരു പൂക്കളെ കാണുമ്പോൾ ആ പൂക്കളോട് നമ്മൾ സംസാരിക്കുന്നത്, പൂക്കളെ സ്നേഹിക്കുന്നതും പിന്നെ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുന്നതും പിന്നെ എന്താ പറയുക, നമ്മളെ സ്നേഹിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തെയോ നമ്മുടെ മനസ്സിനെയോ നമ്മൾ മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. അത് നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ EFTയിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കൃത്യനിഷ്ഠത ഉണ്ടായിരിക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ കൃത്യനിഷ്ഠ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര സമയത്ത് എഴുന്നേൽക്കണം, ഇന്ന കാര്യങ്ങൾ ആ ഒരു സമയത്ത് എഴുന്നേറ്റതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട നന്ദി പറയണം. നമ്മൾ ആ ഒരു ദിവസം ഫുള്ള് കഴിഞ്ഞാലും ആ ദിവസം കിടന്നുറങ്ങുമ്പോൾ ആ ദിവസം എന്താണ് നമ്മൾക്ക് ചെയ്തത്, നമുക്ക് എന്താണ് ആ ദിവസം നമുക്ക് കിട്ടിയത്, നമ്മളെന്താണ് മറ്റുള്ളവരിലേക്ക് കൊടുത്തത്, ഇതൊക്കെ നമ്മൾ ഓർത്തുകൊണ്ട് അതിനോട് നമുക്ക് നന്ദി പറയണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ EFTയിലൂടെ നമുക്ക് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒരുപാട് നമുക്ക് നല്ല നല്ല സുഹൃത്തുക്കൾ അതുപോലെ കിട്ടി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാനുള്ള ഒരു ധൈര്യം, ഇതൊക്കെ വന്നത് EFT ഒരു സ്റ്റാർട്ടിങ് ആയിട്ട് EFT തുടങ്ങിയത് കൊണ്ടാണ് കേട്ടോ. പിന്നെ അതിനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അതാണ് EFTയിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വളരെ പ്രധാനമായ ഗൗരവമുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് EFT കോഴ്സിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മളെന്നൊരു വ്യക്തി എന്ന് പറയുന്നത്. നമ്മൾ സാഹചര്യം കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ച് കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ ആ ചിന്തയിൽ നിന്ന് വന്ന ഒരാളാണ് ഇന്നത്തെ ഇപ്പം ഞാനെന്ന് പറയുന്നത്. നിങ്ങളങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ ജീവിച്ച സാഹചര്യം, നമ്മൾക്ക് ഇത്ര ഏജായി, നമ്മൾ ഇന്ന സ്ഥലത്ത് ജനിച്ചു, ഇന്ന മാതാപിതാക്കൾക്ക് മക്കളായി നമ്മൾ തീർന്നു, പിന്നെ നമുക്ക് മക്കളായി, നമ്മൾ ഇന്ന ഭാര്യയായി അല്ലെങ്കിൽ ഭർത്താവായി, സഹോദരങ്ങളായി, അങ്ങനെ പല സാഹചര്യങ്ങളുടെയും നമ്മൾ ജീവിക്കുമ്പോഴുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നമുക്ക് എന്താണോ അനുഭവം ഉണ്ടായത്, ആ ഒരു ജീവിതത്തിൽ നിന്ന് നമുക്ക് ഇത്രയും നാൾ ജീവിച്ചതിൽ നിന്ന് ആ ഒരു അനുഭവവും സാഹചര്യവും വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളായി തീർന്നിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളതൊന്നുമല്ല, നമ്മളുടെ ചിന്തകളുടെ ഒരു കൂട്ടം ആയിട്ടുള്ള ഒരു കണിക ആണ് നമ്മളിൽ നിന്ന് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളത് ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി നമ്മൾ മുൻവിധിയൊക്കെ എടുക്കും ഓരോ കാര്യങ്ങൾക്ക്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് മാറ്റി നിർത്തിയിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിനെ നല്ലൊരു ഫ്രഷാക്കി കൊണ്ടുപോകുക എന്നൊരു സംഭവമാണ് EFTയിലൂടെ പഠിപ്പിക്കുന്നത്. അത് കോഴ്സ് നമുക്ക് അറ്റൻഡ് ചെയ്താണ്ടല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഗുണമുണ്ട് കേട്ടോ. ഞാനൊക്കെ ആദ്യം എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിരുന്നു കേട്ടോ. എനിക്ക് എപ്പോഴും നെഗറ്റീവ് ചിന്തകളായിരുന്നു വന്നിരുന്നുണ്ട്. എനിക്കൊരു പോസിറ്റീവ് എന്നിൽ നല്ല മറ്റൊരാളിലും എനിക്കൊരു പോസിറ്റീവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എത്ര നല്ല വ്യക്തികളാണെന്ന് വെച്ചാലും എന്ത് പറയുമ്പോഴും ഞാൻ അവരിൽ ആദ്യം എന്ത് നെഗറ്റീവാണ് അവരിലുള്ളത്, എന്ത് കുറ്റമാണ് അവരിലുള്ളതെന്നാണ് ഞാൻ ചിന്തിക്കട്ടെ. പക്ഷേ ഈ കോഴ്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ നെഗറ്റീവായ ഒരാളായാലും ഞാൻ അവരിൽ എന്ത് ഗുണമാണുള്ളതെന്ന് ഞാൻ കണ്ടെത്താൻ തുടങ്ങിയിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോഴും നമുക്ക് മനസ്സിലാവണത്. കാരണം എന്ന് വെച്ചാൽ നമ്മളും നെഗറ്റീവാണ് പോസിറ്റീവാണ് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കട്ടെ ഇതിലൂടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അവരും നെഗറ്റീവായി വരുന്നത്. നമുക്ക് ഒരു പോസിറ്റീവായി ചിന്തിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ അവരും പോസിറ്റീവാകും. ഓട്ടോമാറ്റിക് അങ്ങനെ തന്നെയാണ് വരുന്നത്. അതിപ്പോൾ റിലേഷൻഷിപ്പ് ആയാലും മക്കൾ തമ്മിലുള്ള ബന്ധങ്ങളിലായാലും നമ്മളെ കുടുംബ ബന്ധങ്ങളിൽ നമ്മളെ കസിൻസിനോട് ആരോടായാലും അങ്ങനെയാണ്. നമ്മളെങ്ങനെയാണോ അവരോട് റിയാക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് തിരിച്ച് നമുക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരു കൂട്ടരെ മാത്രം കുറ്റം പറഞ്ഞിരിക്കും, എനിക്ക് അങ്ങനെ കിട്ടിയില്ലല്ലോ, അത് ഇങ്ങനെയാണല്ലോ. പക്ഷെ നമ്മൾ 5 വിരലുകൾ മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഒരു വിരൽ നമ്മളിലേക്ക് വിരൽ ചൂണ്ടുന്നു പറയില്ലേ, എന്ന പോലെയാണ് കേട്ടോ. നമ്മൾ തിരിച്ചിങ്ങോട്ട് നോക്കുന്നില്ല, നമ്മളിലേക്ക് നോക്കുന്നില്ല, നമ്മളെന്താണ് ചെയ്യുന്നത്, നമുക്ക് എന്ത് പോസിറ്റീവാണുള്ളതെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരുപാട് നെഗറ്റീവുകളൊക്കെ മാറി അതൊരു പോസിറ്റീവിലേക്ക് എത്താനായിട്ട് ഒരുപാട് സഹായിച്ച ഒരു കോഴ്സാണ് EFT എന്ന് പറഞ്ഞൊരു കോഴ്സ് കേട്ടോ. അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയിലൊന്നും തികയില്ല പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻട്രഡക്ഷൻ പോലെ പറഞ്ഞെന്നുള്ളൂ. നെക്സ്റ്റ് എൻ്റെ വരുന്ന വീഡിയോയിലൊക്കെ ഒരുപാട് ഈ EFTനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും
അത് ചെയ്തത് മൂലം എന്നിലുണ്ടായ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാനൊരുപാട് ടെൻഷനൊക്കെ, എനിക്ക് വളരെയധികം ടെൻഷൻ അടിക്കുന്ന സമയത്തൊക്കെ എനിക്ക് EFT തന്നെ ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുന്ന സമയത്താണ് എനിക്ക് EFTനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണ് ഞാൻ എന്തായാലും EFT കോഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തത്. അങ്ങനെ അതിന് ശേഷം ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഒരു 2 വർഷത്തോളമായിട്ടുണ്ട് ഈ കോഴ്സ് എൻ്റെ കഴിഞ്ഞിട്ട്. അത് ആ ഒരു വർഷം പിന്നിലോട്ട് ഇപ്പോൾ ഈ ദിവസം വരെ ഞാൻ അത് കുറേശ്ശെ ട്രെയിനിങ് ചെയ്ത് ഇപ്പോൾ എന്താ പറയുക, അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ഫോളോ ചെയ്യേണ്ടത്. എന്നാൽ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഇരുന്ന് ഉപദേശിക്കാനും കാര്യങ്ങൾ പറയാനൊക്കെ നമുക്ക് നല്ല എളുപ്പമാണ്. പക്ഷെ അത് നമ്മളെ ജീവിതത്തിൽ കുറച്ചെങ്കിലും നമ്മൾ പ്രാക്ടീസ് ആക്കിയിട്ട് പറയുമ്പോഴാണല്ലോ അതിനൊരു വില ഉണ്ടാവുള്ളൂ. അപ്പോൾ EFT എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലൊരു ഉപകാരം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.